ഹലോ ഫ്രണ്ട്സ്, ഷജിൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആഴിമല ബീച്ചാണ്. ആഴിമല ബീച്ച് കാണപ്പെടുന്നത് ട്രിവാൻഡ്രം ബാലനഗരം വിഴിഞ്ഞം പോകുന്ന റൂട്ടിലാണ് ഈ ആഴിമല ബീച്ച് ഉള്ളത്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിൽ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ അപേക്ഷിക്കുക. ഈ വീഡിയോ എടുക്കുമ്പോൾ ഇറങ്ങിച്ചെന്ന് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഫിസിക്കലി ഇപ്പോൾ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങ് ഇറങ്ങിച്ചെന്ന് വീഡിയോ എടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മേളിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. അതേപോലെ നിങ്ങൾ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. എന്നെ പരിചയപ്പെടുത്തുന്ന വീഡിയോ പ്രത്യേകിച്ച് ഞാൻ ഇടുന്നതാണ്. കാലിന് വൈകല്യം ഉള്ളതുകൊണ്ടാണ് ബീച്ചിലോട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് വീഡിയോ എടുക്കാത്തത്. ഇത് പറയാനുള്ള കാരണം, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് വീഡിയോ എടുത്തുകൂടെ എന്ന് നിങ്ങൾ വിചാരിക്കും, വീഡിയോ കാണുന്നവർ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ സ്ഥലം അനേക ആൾക്കാർക്ക് അറിഞ്ഞൂടാത്തൊരു സ്ഥലമാണ്. എനിക്ക് ഈ സ്ഥലം അറിയാവുന്നില്ല. ഈ ഇടയ്ക്കാണ് ഈ സ്ഥലം എനിക്കറിയാവുന്നത്. നമ്മളിപ്പോൾ കാണുമ്പോൾ എനിക്ക് ഈ സ്ഥലം എന്താണ് ഏതാണെന്നൊക്കെ ഓരോരുത്തർ വിചാരിക്കും. പക്ഷേ അറിഞ്ഞൂടാത്തവർ കുറേ ആൾക്കാരുണ്ട്. അവർക്കും പ്രയോജനമാകട്ടെ എന്നുള്ളതിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഈ സ്ഥലം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ആ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ ആ കാണുന്ന കടൽ വെള്ളത്തിൻ്റെ ആ നിറം, അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയും കൂടിയാണ്. അങ്ങനെ അനേക വ്യക്തികൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഓണം പ്രമാണിച്ചും അനേക വ്യക്തികൾ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ നല്ല ആൾക്കൂട്ടം ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. അല്ലെങ്കിലും ഇവിടെ ആൾക്കൂട്ടം ഉണ്ട്. ഇത് ബീച്ച് മറു സൈഡാണ്. അത് ഫ്രണ്ടിൽ കൂടെയാണ് അപ്പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്. അവിടെ വെള്ളം കയറി കിടക്കുന്നു എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ അറിയാൻ സാധിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ബീച്ചിനടുത്തായിട്ടൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ തൊഴാനൊക്കെ ആൾക്കാർ വരുന്നതും പിന്നെ ബീച്ചിൽ പോകാൻ വേണ്ടി വരുന്നതും, അങ്ങനെ നല്ലൊരു പ്രകൃതി സുഭരണീയമായ സ്ഥലമാണ്. ഇതാണ് ബീച്ച്. ആ നേരെ അങ്ങ് പുറത്തോട്ട് കാണുന്നതാണ് ബീച്ച്. ഇവിടുന്ന് വരുന്ന ആൾക്കാർ ആണ്. ഇതാണ് അമ്പലം. അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബിംബം എത്ര വർഷം കൊണ്ട് പണിത ബിംബമാണെന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ചരിത്രമൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അതേപോലെ നമുക്ക് വേറെ യൂട്യൂബറൊന്നും നമുക്ക് പ്രൊമോട്ട് ചെയ്യാനൊന്നും നമുക്ക് ആരുമില്ല. നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ തന്നെ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇതിനേക്കാളും അടിപൊളി വീഡിയോയുമായിട്ട് ഇനി വരുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.